ഹായ് എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ രണ്ട് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റ് എന്നുള്ള ലാംഗ്വേജാണ്. ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇത് നമ്മൾ വെബ് പേജസിനെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ബ്രെൻഡൻ എച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് അത് ഡെവലപ്പ് ചെയ്തത്, ബ്രെൻഡൻ എച്ച്. ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്. ഇത് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നമ്മൾ എഴുതുന്ന ആ ജാവാ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ എന്ത് കോഡ് എഴുതിയാലും അത് ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് ഇൻ്റർപ്രറ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജാവാ സ്ക്രിപ്റ്റ് തുടക്കത്തിൽ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അതിൽ നമ്മൾ ഏതൊരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ പറ്റും. നോട്ട് പാഡ് പോലെയുള്ള ഏതൊരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാൻ പറ്റും. മിക്കവാറുമുള്ള എല്ലാ വെബ് ബ്രൗസേഴ്സിലും ഈ ജാവാ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് HTML കോഡിൻ്റെ ഇടയിൽ ജാവാ സ്ക്രിപ്റ്റ് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫയലായിട്ട് റൈറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് ആ HTML ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. അത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് ടാഗിന് 2 ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, ടൈപ്പും SRCയും അല്ലേ. അപ്പോൾ SRC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഫയല്, നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് വേറൊരു ഫയലിലാണെങ്കിൽ ആ ഫയലിനെ നമുക്ക് ഈ HTML ഫയലിൻ്റെ കൂടെ ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, ഇനി ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് കോഡിൻ്റെ നമ്മളൊരു ഫയലിലായിരിക്കുമല്ലോ സേവ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എഡിറ്റർ പോലെയുള്ള ഏതെങ്കിലും എഡിറ്റേഴ്സിനകത്ത് നമ്മൾ ഫയൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാം കോഡ് എഴുതിയിട്ട് നമ്മൾ ആ ഫയലിനെ സേവ് ചെയ്യുന്നത് .js എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഏതൊരു ഫയലിൻ്റെയും എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js ആണ്. പിന്നെ ക്ലയൻറ്റ് സൈഡിലുള്ള ഫോം വാലിഡേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലയൻറ്റ് സൈഡിൽ വാലിഡേഷൻ ഓഫ് ഫോംസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡേറ്റ് കറക്റ്റ് ഫോർമാറ്റിലാണോ എൻ്റർ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനൊക്കെ നമ്മൾ നോർമലി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സിമ്പിൾ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനും വെബ് പേജസിൽ അനിമേഷൻസ് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ടെക്നോളജിയാണ് അജാക്സ് ടെക്നോളജി എന്ന് പറയുന്നത്. അജാക്സിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഓക്കെ, അസിൻക്രണസ് ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, XMLൻ്റെ വേറൊരു വേർഷനാണത്. ഓക്കെ, അപ്പോൾ ആ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി data is taken from the server and filled in the text boxes without refreshing the web page. അപ്പം സെർവറിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡേറ്റ കൊണ്ടുവന്നിട്ട് അതിനെ നമുക്ക് ആ വെബ് പേജ് ഒന്നുകൂടി റീലോഡ് ചെയ്യാതെ തന്നെ, വെബ് പേജ് സാധാരണ നമ്മളൊരു ഡേറ്റ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ബ്രൗസറിലേക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ ആ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. റിഫ്രഷ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ റിഫ്രഷ് ചെയ്യാതെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബോക്സസിലേക്ക് ഡേറ്റ ഡയറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് പറ്റും. അത് അജാക്സ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അജാക്സ് ഇംപ്രൂവ്സ് ദി ഇൻട്രാക്ടിവിറ്റി ഓഫ് ദി ബ്രൗസേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ടിവിറ്റി കൂട്ടാൻ അജാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അജാക്സിൻ്റെ ഫുൾ ഫോമാണ് അസിൻക്രണസ് ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ പോസിബിൾ ടു അപ്ഡേറ്റ് പാർട്സ് ഓഫ് എ വെബ്സൈറ്റ്. ഓക്കെ, ഒരു വെബ് പേജ് ഫുള്ളായിട്ട് നമ്മൾ ലോഡ് ചെയ്യുന്നതിന് പകരം ഒരു പാർട്ട് മാത്രമായിട്ട് ലോഡ് ചെയ്യാനൊക്കെ അജാക്സ് സഹായിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. VB സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ്, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. അത് വിഷ്വൽ ബേസിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ VB സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. VB സ്ക്രിപ്റ്റിൻ്റെ ഫുൾ ഫോം തന്നെ വിഷ്വൽ ബേസിക്
സ്ക്രിപ്റ്റ് എന്നാണ്. അത് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത് ബേസ്ഡ് ഓൺ വിഷ്വൽ ബേസിക്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാനും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ കേസിൽ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസറാണ് മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, വിൻഡോസിൻ്റെ കൂടെ നമുക്ക് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് VB സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്ന് പറഞ്ഞിട്ട് IIS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു വെബ് സെർവറാണ്. ഈ വെബ് സെർവറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും VB സ്ക്രിപ്റ്റാണ്. ഓക്കെ, ഇനി ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലാതെ വേറെ ഉള്ള ബ്രൗസേഴ്സിൽ ചില ബ്രൗസേഴ്സിലൊന്നും തന്നെ VB സ്ക്രിപ്റ്റ് കോഡ് ചിലപ്പം ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ പറ്റിയെന്ന് വരില്ല. എല്ലാ ബ്രൗസേഴ്സും VB സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാറില്ല. ഇത് ശരിക്കും മൈക്രോസോഫ്റ്റ് കമ്പനി മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. സോ അതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളായിട്ട് ഇത് ലെസ് പോപ്പുലറാണ്. അത്ര വലിയ പോപ്പുലർ അല്ല ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. കാരണം എന്താണ്, അത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിനെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ബ്രൗസേഴ്സിനെയും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വളരെ പോപ്പുലറാണ്. ഓക്കെ, VB സ്ക്രിപ്റ്റിനെ നമുക്ക് ASP.NET ഫ്രെയിംവർക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് നമുക്ക് വെബ് പേജ് ഡെവലപ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റാണ് VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് PHP. PHPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നുള്ളതാണ് PHPയുടെ ഫുൾ ഫോം. PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ, PHPയുടെ P, ദെൻ ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ H, പ്രീ പ്രോസസ്സറിൻ്റെ P. അങ്ങനെയാണ് ഈ PHP ഉണ്ടായിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ഓക്കെ, ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജാണ് PHP എന്ന് പറയുന്നത്. അതേസമയം VB സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. അപ്പം മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം, മേടിക്കണം. ഓക്കെ, അങ്ങനത്തെ ഇതാണ് VB സ്ക്രിപ്റ്റ്. പക്ഷേ PHP എന്ന് പറയുന്നത് ഫുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ഇത് വെബ് ഡെവലപ്മെൻറ്റിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. നമുക്ക് HTML കോഡിനകത്ത് ഇത് എംബഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൂടുതലും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജാവ, C, പേളൊക്കെ പോലെയുള്ള അതിൻ്റെ ആ ഒരു ലാംഗ്വേജിലെ പ്രോഗ്രാംസിന് അല്ലെങ്കിൽ അതിൻ്റെ കോഡുമായിട്ട് സിമിലറാണ് PHP കോഡ്സ് എല്ലാം തന്നെ. ഇനി ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡൈനാമിക് വെബ് പേജസ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PHP യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് വെബ് പേജസ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് PHP. ഇത് ഒറിജിനലി ക്രിയേറ്റ് ചെയ്തത് റാസ്മസ് ലെർഡോഫ് എന്ന് പറയുന്ന ഒരാളാണ് ഇൻ 1994. പക്ഷേ ഇപ്പോൾ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് PHP ഗ്രൂപ്പാണ്. ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് PHP ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഇനി നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാംസ് എഴുതുമ്പോൾ ആ പ്രോഗ്രാംസ് സേവ് ചെയ്യേണ്ട എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .php എന്നുള്ള എക്സ്റ്റൻഷനിലാണ്. PHP കോഡിനെ നമുക്ക് HTML കോഡിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇനി യൂസർ ഒരു PHP വെബ് പേജിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെബ് സെർവർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള PHP കോഡിനെ പ്രോസസ്സ് ചെയ്യുന്നത് വെബ് സെർവറാണ്. വെബ് സെർവർ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് PHP ഇൻ്റർപ്രറ്റർ വെബ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെബ് സെർവറിനകത്ത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ PHP യൂസ് ചെയ്യുന്ന സമയത്ത് ആ വെബ് സെർവറിനകത്ത് നമ്മൾ PHP ഇൻ്റർപ്രറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. Then after execution of the PHP code in the web server, an HTML page is created which is sent to the client's browser. Okay, അപ്പോൾ PHP കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വെബ് സെർവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു HTML പേജ് ആയിരിക്കും. ദെൻ ആ HTML പേജിനെ ക്ലയൻറ്റ് ബ്രൗസറിൽ കൊടുത്തിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സോ PHP സപ്പോർട്ട്സ് ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ്. PHP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റാബേസ് യൂസ് ചെയ്തുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള പ്രൊവിഷനുണ്ട്. അതിനുവേണ്ടി കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റാബേസ് പ്രോഗ്രാമാണ്
ഇത് MySQL. ഓക്കെ, MySQL എന്ന് പറയുന്ന ഡേറ്റാബേസ് ആപ്ലിക്കേഷനാണ് നമ്മൾ PHPയുടെ കൂടെ യൂസ് ചെയ്യുന്നത്. PHP ഇൻ്റർപ്രറ്റർ മിക്കവാറുമുള്ള എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും അവൈലബിൾ ആണ്. ലിനക്സിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലാംപ് എന്ന് പറയുന്നത്. ലാംപ് എന്ന് പറയുന്ന അതൊരു സോഫ്റ്റ്വെയർ പാക്കേജാണ്. ആ സോഫ്റ്റ്വെയർ പാക്കേജിനകത്ത് ലിനക്സ് ഉണ്ട്, അപ്പാച്ചി ഉണ്ട്. അപ്പാച്ചി എന്ന് പറയുന്നത് വെബ് സെർവറാണ്. ദെൻ ഡേറ്റാബേസ് MySQL ഉണ്ട്, അതുപോലെ PHP ഉണ്ട്. ഇങ്ങനെ ഇത്രയും സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ബണ്ടിലാണ് ലാംപ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒരു സെർവർ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ലാമ്പിനകത്ത് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പാച്ചി എന്ന് പറയുന്നത് ഒരു വെബ് സെർവറാണ്. MySQL എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ്. PHP നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ഇത്രയും ചേരുന്നതാണ് ലാംപ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ലിനക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലാംപ്. അതുപോലെ വിൻഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, വിൻഡോസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് വാംപ് സെർവർ. ഓക്കെ, വാംപ് എന്ന് പറയുമ്പോൾ വിൻഡോസ്, അപ്പാച്ചി, MySQL, ദെൻ PHP. അതും ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ബണ്ടിൽ തന്നെയാണ് വാംപും. ഓക്കെ, അപ്പോൾ ലാമ്പുണ്ട്, വാംപുണ്ട്. ഇത് ലാംപ് എന്ന് പറയുന്നത് ലിനക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജ്, വാംപ് എന്ന് പറയുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP അല്ലെങ്കിൽ ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ASP ഓർ ആക്റ്റീവ് സെർവർ പേജസ്. മൈക്രോസോഫ്റ്റ് ആക്റ്റീവ് സെർവർ പേജസ് ഓർ ASP ഇസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻറ്റ്. ഇത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും റൺ ചെയ്യാനുമുള്ള ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് HTML കോഡും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കോഡും എല്ലാം തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് VB സ്ക്രിപ്റ്റും ജാവ സ്ക്രിപ്റ്റും ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് കൊടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാംസ് എഴുതുമ്പോൾ അതിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .asp എന്നാണ് സേവ് ചെയ്യേണ്ടത്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ വെബ് സെർവർ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ഓക്കെ, ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്ന് പറയുന്ന ആ മൈക്രോസോഫ്റ്റിൻ്റെ വെബ് സെർവറിലാണ് ഇത് നമ്മൾ കമ്പൈൽ ചെയ്യുന്നത് നോർമലി. പിന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. സെർവറിനകത്ത് എക്സിക്യൂഷൻ കഴിയുമ്പം റിസൾട്ടായിട്ട് കിട്ടുന്ന HTML വെബ് പേജിനെ എന്ത് ചെയ്യും, HTML വെബ് പേജിനെ ആണ് ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് ഡേറ്റാബേസസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ആക്റ്റീവ് സെർവർ പേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ASP എന്ന് പറയുന്നത്. അതേസമയം PHP ആണെങ്കിൽ MySQLനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ASP യൂസ് ചെയ്യുകയാണെങ്കിൽ പല വെറൈറ്റിയിലുള്ള ഡേറ്റാബേസസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ASP.NET പ്രൊവൈഡ്സ് ഫീച്ചേഴ്സ് ലൈക്ക് റെഡ്യൂസ്ഡിങ് കോഡ്. അപ്പം ദെൻ ഈ ASPയുടെ കൂടെ തന്നെ .NET ഫ്രെയിംവർക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡിങ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ കോഡുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് എ വെറൈറ്റി ഓഫ് ബട്ടൺസ്, പല ടൈപ്പ് ഓഫ് ബട്ടൺസ്, ടെക്സ്റ്റ് ബോക്സുകൾ, ഇതിങ്ങനെ പല വെറൈറ്റിയിലുള്ള ടൂൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ASP.NETനകത്ത് ഉണ്ട്. അപ്പോൾ ASPയെ .NET ഫ്രെയിംവർക്കുമായിട്ട് ചേർത്ത് കഴിയുമ്പോഴാണ് അത് ASP.NET ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവ സെർവർ പേജസ് എന്ന് പറയുന്നത്. ഈ ജാവ സെർവർ പേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് കണ്ടൻറ്റ്. ഇത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ് ഡെവലപ്പ് ചെയ്തത് 1999. PHP ആയിട്ട് സിമിലർ ആണ്, പക്ഷേ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവയാണ്. അതുകൊണ്ടാണ് ജാവ സെർവർ പേജസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .JSP എന്നുള്ള എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യേണ്ടത്. JSP റൺ ചെയ്യാൻ വേണ്ടി അപ്പാച്ചി ടോംകാറ്റ് സെർവറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വെബ് സെർവർ ഉണ്ടെങ്കിൽ മാത്രമേ JSP റൺ ആവുള്ളൂ. JSP കോഡ് കൺസിസ്റ്റിംഗ് ഓഫ് HTML ആൻഡ് ജാവ ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ദി വെബ് സെർവർ. നമ്മൾ JSP എഴുതുമ്പോൾ അതിനകത്ത് HTML ഉണ്ടാവും, ജാവ ഉണ്ടായിരിക്കും. ഇതും വെബ് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. വെബ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു HTML കോഡിനെ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ജാവയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ജാവ 2 പ്ലാറ്റ്ഫോം എൻ്റർപ്രൈസ് എഡിഷൻ J2EE എന്ന് പറയുന്നത്. ഇതും നമ്മൾ ലാർജ് സ്കെയിലിലുള്ള വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് J2EE എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ജാവ സെർവർ പേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ജസ്റ്റ് തിയറി പോർഷൻ മാത്രമാണ്. പല ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം മതിയാവും ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.